CPM എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു വ്യക്തിയുടെ മുമ്പിൽ ഭയന്നിരിക്കുന്നു എന്നതാണ് വസ്തുത. അതായത് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ താൻ ഒറ്റയ്ക്കല്ലെന്നും തനിക്ക് ഉന്നതങ്ങളിൽ നിന്ന് ചില നിർദ്ദേശം കിട്ടിയതിന്റെ ഫലമായിട്ടാണ് താൻ മാറിയതെന്നും തിരുവനന്തപുരത്തേക്ക് പോയതെന്നും അതുപോലെ തന്നെ ഈ ശബരിമല കൊള്ളക്കേസുമായിട്ട് ബന്ധപ്പെട്ട് സ്വർണ്ണക്കേസുമായിട്ട് ബന്ധപ്പെട്ടും പലതും ഒളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെ ബലിയേടാക്കുകയാണെന്നുള്ളവരും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞതും അത് അദ്ദേഹം വെളിപ്പെടുത്തിയതും CPM-നെ ഭയപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞ് പത്മകുമാറിനെതിരെ നടപടി സ്വീകരിക്കാനായിട്ട് എത്തിയ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ അംഗങ്ങളായ തോമസ് ഐസക്കിനെ പോലുള്ളവരുടെ നിർദ്ദേശങ്ങൾക്ക് പോലും കാര്യമായ രീതിയിലുള്ള പിന്തുണ കിട്ടാതെ അദ്ദേഹത്തിന് സസ്പെൻഷൻ നിർത്താൻ കാരണം ഉന്നതങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദമാണെന്നുള്ള വളരെ വ്യക്തമാണ്. കാരണം പലരുടെയും മുഖം പൊതുസമൂഹത്തിന് മുമ്പിൽ തെളിവ് വരും. അതുപോലെ തന്നെ അതായത് റെജിലിക്കോസ് കീഴ്ഘടകങ്ങളുടെ വികാരം മറിച്ചായിരുന്നു. പക്ഷേ സംസ്ഥാന നേതൃത്വത്തിലെ ചിലർ പ്രതിരോധം തീർത്തു. അവർ പലതും പത്മകുമാർ വിളിച്ചു പറയും എന്നത് ഭയപ്പെടുകയാണല്ലേ? തീർച്ചയായിട്ടും ജില്ലാ കമ്മിറ്റിയിലെ ഭൂരിപക്ഷ അംഗങ്ങളും ഇദ്ദേഹത്തിനെ പുറത്താക്കണം എന്നുള്ള കർശനമായ നിലപാടിലായിരുന്നു ഇന്ന് എടുത്തെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷെ അതിനെ മറികടന്നുകൊണ്ട് സംസ്ഥാനത്തെ ചില ഉന്നതന്മാരുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് സസ്പെൻഷൻ ഒതുക്കിയിരിക്കുന്നത്. ഈ സസ്പെൻഷൻ എന്ന് പറയുന്നതിന് ശിക്ഷ എന്നൊരു കുറച്ചാൾ വിശ്രമിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് അങ്ങനെ നടപടിയെത്തിയിരിക്കേണ്ട ഒരു ഗതികേടിലേക്ക് CPM എത്തിയെന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് CPM നമ്മുടെയൊക്കെ മുമ്പിൽ വാർത്തകളിലൂടെ അല്ലാതെയും ജനങ്ങളുടെ മുമ്പിൽ ബോധ്യമായിരിക്കുന്ന ഈ പറയുന്ന തട്ടിപ്പും കള്ളത്തരങ്ങളും ശബരിമല നശിപ്പിക്കാൻ ശ്രമിച്ച ശ്രമങ്ങൾക്കും അവർ പലതിനും മറുപടി പറയും പത്മകുമാർ ബളിന്റെ വെളിപ്പെടുത്തലിലൂടെ എന്ന് ഭയന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു സസ്പെൻഷനിലേക്ക് നീങ്ങിയത്. അത് CPM-ന് ദൗർബല്യമാണ്. CPM ഒരു പത്മകുമാറിനെ പോലും ഭയക്കുന്ന അവസ്ഥയിലേക്ക് എത്തി എന്നുള്ള ഒരു ദയനീയമായ രാഷ്ട്രീയ സാഹചര്യമാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. വാസ്തവം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞ് പിണറായി വിജയനെ പോലുള്ളവരെ ക്യാബിനറ്റ് റാങ്കിനോടുകൂടി പ്രതിപക്ഷ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കുകയും ഗോവിന്ദനെ സെക്രട്ടറി സ്ഥാനത്തേക്ക് തുടരാൻ അനുവദിക്കുകയും ചെയ്യുന്നത് ഇത്തരം ദൗർബല്യങ്ങളുടെ ഭാഗമായിട്ടാണെന്നുള്ളവരും വളരെ വ്യക്തമായിരിക്കുന്നു. CPM ഏതാണ്ട് ഒരു ദുർബലമായ ഭയപ്പെടുന്ന രാഷ്ട്രീയ കക്ഷിയായി കേരളത്തിൽ മാറിയിരിക്കുന്നു. വളരെയധികം നന്ദി ശ്രീ റെജി ലൂക്കോസ്, ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്.